Modern Literary Theory, Poststructuralism, recording number 8. We're talking about Derrida's other books. അതിൽ പറയുന്നത് മൂന്ന് ബുക്സാണ്: സ്പീച്ച് ആൻഡ് ഫിനോമിന ഓഫ് ഗ്രാമറ്റോളജി, റൈറ്റിംഗ് ആൻഡ് ഡിഫറൻസ്. So on a philosophical rather than literary topics, actually he deals with the more of philosophical topics. Highly detailed deconstructive readings of selected aspects of other philosophers' works ആണ് പറയുന്നത്. ഹൈലി ഡീറ്റെയിൽഡ് ഡിക്കൺസ്ട്രക്റ്റീവ് റീഡിങ്സ് ഇത് വരുന്നത് പിന്നെ മറ്റ് ബുക്സിനെ ഡീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള കുറേ റീഡിങ്സാണ്. പിന്നെ മെത്തേഡ് ഈസ് ബോറോഡ് ബൈ മെനി അതർ ക്രിട്ടിക്സ്. അതാണ് മെയിനായിട്ട്. അതായത് ഒരു കുറേ ഫോളോവേഴ്സിനെയാണ് ഡെറിഡക്ക് കിട്ടുന്നത്. Deconstructive reading of literary text tends to make them emblems of the decentered universe. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ deconstructive readings of the literary text that makes them emblems of the decentered universe. ഇപ്പോൾ എങ്ങനെയാണ് യൂണിവേഴ്സ് ഡീസെൻറ്റേർഡ് ആവുന്നതെന്ന് ഇവർ നേരിട്ട് കാണിച്ചു തരികയാണ്. അതായത് അതുവരെയും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റ്സിൻ്റെ വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു തരം സെൻറ്റർ ബ്രേക്കിങ്ങിലൂടെ അവർ കാണിക്കുന്നത് this is possible in every case. Texts previously regarded as unified artistic artifacts are shown to be fragmented, self-divided and centerless. അതുവരെയും യൂണിഫൈഡ് ആണ് എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരുന്നാൽ അതുപോലത്തെ റീഡിങ്സ് കിട്ടിക്കൊണ്ടിരുന്ന ടെക്സ്റ്റുകൾ എന്തായി മാറുകയാണ്? they are shown to be fragmented, self-divided and centerless. അപ്പോൾ ഫ്രാഗ്മെൻറ്റഡ് ആണ് എന്ന് കാണിച്ചു തരാണ്. പലതരത്തിലുള്ള പുതിയ റീഡിങ്സ് എടുത്ത് പുറത്തേക്ക് മുന്നിലേക്ക് തരുന്നതിൽ അത് സെൽഫ് ഡിവൈഡഡ് ആണ്. നമ്മൾ വിചാരിക്കും വളരെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിലുള്ള തിമാറ്റിക് നറേഷനായാലും മറ്റു പോയിൻ്റ് ഓഫ് വ്യൂ എവ്രിതിങ് ഈസ് യൂണിഫൈഡ് എന്ന് തോന്നിയെടുത്താണ് കംപ്ലീറ്റ്ലി സെൽഫ് ഡിവൈഡാണ്. നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും ഇത് ഇത്രയും ഇറ്റ്സ് ഗോയിങ് ഡൗൺ. ഇങ്ങനെ ഒരു നമ്മൾ ഈ ഫ്ലാറ്റ് ഡിമോളിഷനിലെല്ലാം കാണുന്ന പോലെ അത്രയും ഡിവൈഡഡ് ആണ് ഓൾറെഡി. ദാറ്റ് മച്ച് എലമെൻറ്റ്സ് ഓഫ് ഡിസ്യൂണിറ്റീസ് ആർ ദർ എന്ന് കാണിക്കുകയാണ്. ദെൻ സെൻറ്റർലെസ് ഓഫ് കോഴ്സ്. എങ്ങനെയാണ് ഒരു ഹീറോ വില്ലനായി മാറുന്നത് അല്ലെങ്കിൽ ഹീറോയിൻ വില്ലനസ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി ദറ്റ് ബിക്കംസ് സെൻറ്റർലെസ്. അവിടെ പല സെൻറ്റേഴ്സാണ്. ഓക്കെ, ആ പർട്ടിക്കുലർ ക്യാരക്ടറിനെ തന്നെ ഇപ്പോഴും ഹീറോയിക്കായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടറിൻ്റെ വ്യൂസ് അല്ലെങ്കിൽ ഡീഡ്സ് അതിന് ഇപ്പോഴും അതൊക്കെയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അതേസമയം നേരെ ഓപ്പോസിറ്റായിട്ട് പറയുന്ന വേറൊരു വിഭാഗം ഇവിടെ വരികയാണ്. സോ ദിസ് ഈസ് ദ വേ ഡീകൺസ്ട്രക്ഷൻ ബിക്കംസ് പോസിബിൾ. നോട്ട് അബൌട്ട് ദ ഇറേഷർ ഓഫ് സെൻറ്റർ ഇല്ല എന്നല്ല, സെൻറ്റർ ഉണ്ട് പക്ഷെ ഒന്നല്ല, നോട്ട് ജസ്റ്റ് വൺ സെൻറ്റർ ബട്ട് മെനി സെൻറ്റേഴ്സ്. യു ക്യാൻ ടോക്ക് അബൌട്ട് ദിസ് സെൻറ്റർ, ദ അതർ ക്യാൻ ടോക്ക് അബൌട്ട് അനദർ സെൻറ്റർ and turn to be the representative of the monstrous births predicted at the end of Derridian essay. So structure, sign and play എന്ന് പറയുന്ന എസ്സേയിൽ നമ്മൾ കാണുന്നത് this is a kind of monstrous birth. This new readings, new texts are like monstrous births. Monstrous എന്ന് നമുക്കറിയാം എന്താണ്. the way monsters are പ്രസൻറ്റഡ്. ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വെച്ചുകൊണ്ട് നമുക്കറിയാം നോർമലിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് യു ഗെറ്റ് ദ പോർട്രേൽ ഓഫ് മോൺസ്റ്റേഴ്സ് ഓൺ എ വിഷ്വൽ പ്ലെയിൻ, ആ പറയുന്ന ഒരു പോർട്രേൽ ഒരിക്കലും ഒരു നോർമാലിറ്റി പ്ലെയിനിലല്ല. പിന്നെ ഹ്യൂമൻ ഫോം ഉണ്ടാവും, പക്ഷേ അതിന് അഡീഷണലായിട്ട് കുറേ ആനിമലിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം വെച്ച്. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ്, ദ ടെക്സ്റ്റ് വി ഹാവ് ബീൻ തിങ്കിങ് ദറ്റ് ദിസ് ഇസ് ഹൈലി യൂണിഫൈഡ്. This is somewhat can be taken with a simple surface level reading is more than enough for this particular text. അതാണ് നമ്മളിവിടെ വലിയൊരു തരത്തിലുള്ള ഷിഫ്റ്റോടുകൂടി റീഡിങ്ങിൽ മുന്നോട്ട് വരുന്നത്. അവിടെ അതൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മോൺസ്ട്രസ് ബുക്സ് പ്രെഡിക്റ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ഡെറിഡിയൻ എസ്സേ. ഈ എസ്സേയിൽ പറയുന്നത് ഇതാണ്: നമ്മൾ വൺസ് വി സ്റ്റാർട്ട് കൺസ്ട്രക്റ്റിംഗ് വി വിൽ ബി ഗെറ്റിംഗ് സം മോൺസ്ട്രസ് ടെക്സ്റ്റ് ഓർ ഇൻ്റർപ്രിട്ടേഷൻസ് വിത്ത് മോൺസ്ട്രസ് ക്വാളിറ്റീസ്. നമ്മളതുവരെയുള്ള നോർമൽ ക്വാളിറ്റിയിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. Now what he says in of grammatology, Derridian point of view, Derrida related ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ഇനി വരാൻ പോകുന്നത് മുഴുവനും. ഇവിടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ പറയുന്ന കുറച്ച് ടെക്സ്റ്റുകളും. ആസ് എ ഹോൾ വാട്ട് ഹീ ടെൽസ്. നൗ ഇറ്റ് ഈസ് അബൌട്ട് ദ ഇൻറ്റു എന്താണ് നമ്മൾ കാണാൻ പോകുന്നത് ഓഫ് ഗ്രാമറ്റോളജിയിൽ വാട്ട് ഹീ ടോക്സ് ഇൻ മെയിൻ പോയിൻറ്റ്സ് ഓൺലി വി ക്യാൻ ടോക്ക് ഇൻ ദ കേസ്. അതിലൊന്ന് പറയുന്നത് ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് എന്നാണ്. സോ
this is a very problematic sentence. The reader tells in of grammatology, there is nothing outside the text. വളരെ സർഫസ് ലെവലിൽ വായിച്ചു കഴിഞ്ഞാൽ there is every possibility for you to identify or read this quote out of the context of deconstruction. reader ഉദ്ദേശിക്കുന്നത് obviously that must be in the context of deconstruction. അപ്പോൾ അത് രണ്ട് തരത്തിൽ ഈ സെൻറ്റൻസ് എങ്ങനെ നമ്മൾ വായിച്ചെടുക്കുമെന്ന് നോക്കാം. There is nothing outside the text. It's used out of the context. എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ to justify a kind of extreme textualism, that is all reality is linguistic, so that no meaningful talk of a real world which exists without question outside language. അതാണ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ കോട്ടിനെ നമ്മൾ വായിച്ചെടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഡീകൺസ്ട്രക്ഷൻ. എന്താണ് എക്സ്ട്രീം ടെക്സ്ച്വലിസം ആണ്. ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്. റിയാലിറ്റി ആ ലിംഗ്വിസ്റ്റിക്സിന് കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടുള്ള സാധനമാണ്. എന്ത് പറയുന്നത്? സോ ദാറ്റ് നോ മീനിങ് ഫുൾ ടോക്ക് ഓഫ് എ റിയൽ വേൾഡ് വിച്ച് എക്സിസ്റ്റ് വിത്തൗട്ട് ക്വസ്റ്റൻ ഔട്ട്സൈഡ് ദ ലാംഗ്വേജ്. അങ്ങനെ അതിൻ്റെ പുറത്ത് നിങ്ങളൊന്നും ചിന്തിക്കണ്ട. ഈ ടെക്സ്റ്റ് തന്നെ അതിൻ്റെ കംപ്ലീഷനാണ്. ദർ ഇസ് നത്തിങ് ഔട്ട്സൈഡ് ദി ടെക്സ്റ്റ്. അത് പറയുന്നത് എന്താണോ മുന്നിൽ നിങ്ങൾ ഇതുവരെയും പഠിച്ചാലേ നിങ്ങൾക്കറിയുന്ന പർട്ടിക്കുലർ ലാംഗ്വേജ് റൂൾസ് വെച്ചിട്ട് അതിന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ എന്ത് വായിച്ചെടുക്കുന്നോ മോർ ദാൻ ഇനഫ്. നിങ്ങൾ അതിനുള്ളിലേക്കൊന്നും പോകേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ അതിന് കൂടുതൽ പുറത്തേക്കുള്ള ഇൻ സെർച്ച് ഓഫ് സംതിങ് ന്യൂ, ദാറ്റ് ഈസ് നോട്ട് നീഡഡ്. ഉള്ളിലേക്ക് പോകേണ്ടതെന്ന് അതിൽ ആഴങ്ങളിൽ പോയിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തണ്ട. അതായത് പുറത്ത് അതിൻ്റെ ഇതുവരെയുള്ള ഇൻ്റർപ്രിട്ടേഷൻസിൻ്റെ പുറത്തേക്ക് ചാടണ്ട. അതായത് ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ്. ഇതാണ് ഇഫ് യു റീഡ് ദാറ്റ് പർട്ടിക്കുലർ സെൻറ്റൻസ് ഔട്ട് ഓഫ് ദി കോണ്ടെക്സ്റ്റ് ഓഫ് deconstruction you will get. So we all inherit language as a ready-made system. ഇതാണ് ലാംഗ്വേജിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാരണം. എന്താണ്? റെഡിമെയ്ഡ് സിസ്റ്റം ആണ് വിത്ത് ഇറ്റ്സ് ഓൺ ഹിസ്റ്ററി, ഫിലോസഫി ആൻഡ് സോ ഓൺ ഓൾറെഡി ബിൽറ്റ് ഇൻ. ഇതിലെല്ലാം ഓൾറെഡി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ്ലി ബിൽറ്റാണ്. സോ ഇൻ ദിസ് സെൻസ് one might argue that we don't express ourselves in words, merely some aspect of language. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമല്ലേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലാതെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മളിപ്പം വേർഡ്സിലൂടെ നമ്മളെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ജസ്റ്റ് പാർട്ടുകൾ മാത്രമാണോ നമ്മൾ എക്സ്പ്രസ്? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിലേക്ക് വരും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പറയുന്നതിന് താഴെ